Hello my dears, welcome back. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പ്ലൈൻഡ് ഡേറ്റ പാത്ത് ആൻഡ് പൈപ്പ്ലൈൻഡ് കൺട്രോൾ ആണ്. ഓക്കെ, പൈപ്പ്ലൈൻ ഡേറ്റ പാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിന്റെ ഡേറ്റ പാത്ത് കണ്ടിട്ടുള്ളതായിരുന്നു അല്ലെ. അതായത് ഒരു ഫെച്ച്, ഒരു ഡീകോഡ്, അതുപോലെ എക്സിക്യൂട്ട്, ഒരു മെമ്മറി ആൻഡ് ഒരു റൈറ്റ് ബാക്ക്. ഓക്കെ, ഒറ്റ സ്റ്റേജിലാണ് ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ പാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സൈക്കിളിൽ ആ ഒരു 5 സ്റ്റേജും ഒരുമിച്ചിട്ട് കാണിച്ചാൽ മാത്രം മതി. പക്ഷെ പൈപ്പ്ലൈൻഡ് ഡേറ്റ പാത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 സ്റ്റേജസ് ഉണ്ടല്ലോ, നമ്മുടെ സിംഗിൾ സൈക്കിളിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ 5 സ്റ്റേജിന്റെ ഇടയിൽ ഓരോ സ്റ്റേജിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടയിൽ ഒരു പൈപ്പ്ലൈൻ രജിസ്റ്റർ വെക്കും. ഓക്കെ, പൈപ്പ്ലൈൻ രജിസ്റ്റർ. അപ്പം പൈപ്പ്ലൈൻ രജിസ്റ്റർ വെക്കുന്നത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഇത് ഇവിടെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ്. ഓക്കെ, ഇപ്പൊ ഇൻസ്ട്രക്ഷൻ ഫെച്ചും ഇൻസ്ട്രക്ഷൻ ഡീകോഡിന്റെയും ഇടയിൽ ഒരു പൈപ്പ്ലൈൻ രജിസ്റ്റർ വയ്ക്കുന്നു. അതുപോലെ തന്നെ ഡീകോഡിന്റെയും എക്സിക്യൂട്ടിന്റെയും ഇടയിൽ ഒരു പൈപ്പ്ലൈൻ രജിസ്റ്റർ വെക്കുന്നു. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിന്റെയും ഇടയിലുള്ള ഒരു ബഫർ ആയിട്ട് ഈ ഒരു രജിസ്റ്റർ ആക്ട് ചെയ്യും, പൈപ്പ്ലൈൻ രജിസ്റ്റർ. ഒരു പൈപ്പ്ലൈൻ രജിസ്റ്റർ ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും പൈപ്പ്ലൈനിങ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പം ഒരു രജിസ്റ്റർ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇടയിൽ അപ്പം ഈ ഒരു എക്സിക്യൂട്ട് നമ്മളിപ്പോ ആദ്യത്തെ സൈക്കിളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും അല്ലെ. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് അത് നടക്കും. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ അവിടെ ഫെച്ച് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു ഇതിൽ ഫ്ലോയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇടയിൽ ഒരുപാട് സേവ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാനൊക്കെ ആവശ്യം വരും അല്ലെ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പൈപ്പ്ലൈൻ രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതൊരു ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ സ്റ്റേജസിന്റെ ഇടയിൽ. ഓക്കെ, ഇതാണ് പൈപ്പ്ലൈൻ്റെ ഡേറ്റ പാത്ത്. ഇപ്പൊ പൈപ്പ്ലൈൻ ഡേറ്റ പാത്തിൽ നമ്മളുടെ സിംഗിൾ സൈക്കിളിന്റെ പോലെ തന്നെ 5 സ്റ്റേജസ് നിങ്ങൾ കാണിക്കണം. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, മെമ്മറി ആൻഡ് റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് 5 സ്റ്റേജസ് കാണിക്കണം. ഈ 5 സ്റ്റേജസിന്റെ ഇടയ്ക്ക് 4 പൈപ്പ്ലൈൻ രജിസ്റ്ററുകളാണ് വരുന്നത്. അപ്പം ഫെച്ച് ഡീകോഡിന്റെ ഇടയിൽ ഒരെണ്ണം, ഡീകോഡ് എക്സിക്യൂട്ടിന്റെ ഇടയിൽ, എക്സിക്യൂട്ട് മെമ്മറിയുടെ ഇടയിൽ, അതുപോലെ മെമ്മറി റൈറ്റ് ബാക്കിന്റെ ഇടയിൽ ഒരു പൈപ്പ്ലൈൻ രജിസ്റ്റർ. അപ്പൊ പൈപ്പ്ലൈൻ രജിസ്റ്റർ മസ്റ്റ് ആണ്. ഓക്കെ, അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്, പൈപ്പ്ലൈൻ്റെ ഡേറ്റ പാത്തിനകത്ത്. ഓക്കെ, അപ്പൊ അതൊരു ബാരിയർ പോലെ അല്ലെങ്കിൽ ഒരു ബഫർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ സൈക്കിളിലെ പോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. പക്ഷെ ഓരോ സ്റ്റേജിലും നിങ്ങൾ ചെയ്യുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻ, ഇപ്പം ആദ്യം ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ പ്രോഗ്രാം കൗണ്ടർ ആദ്യം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, PCF എന്ന് കാണിക്കണം. കാരണം ഇപ്പൊ ഈ ഒരു കറണ്ട് ഇൻസ്ട്രക്ഷൻ ഇവിടെ ഫെച്ചിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കൗണ്ടർ ഇപ്പം PCF-ലാണ് ഉള്ളത്. ഓക്കെ, അതേ സമയം അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ നോക്കിക്കോ PC-D ആവുന്നുണ്ട്, അത് പ്രോഗ്രാം കൗണ്ടർ ഡീകോഡ്. അടുത്തത് ഇവിടെ PCE ആവുന്നുണ്ട്, പ്രോഗ്രാം കൗണ്ടർ എക്സിക്യൂട്ട് സ്റ്റേജിലാണ്. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റേജിലും നിങ്ങൾ അതിന്റെ സഫിക്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം, FDEMW എന്ന് വെച്ചിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് സ്റ്റേജിലാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ഫയലിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇതിൽ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ്ലൈനിങ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു, ഹസാർഡ്സ് ഫോം ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അത് ഈ ഒരു രജിസ്റ്റർ ഫയൽ മെയിൻ ആയിട്ട് 2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞു. എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഡീകോഡ് സ്റ്റേജിൽ അല്ലെ, ഡീകോഡ് സ്റ്റേജിലും വരുന്നുണ്ട് സെയിം എക്സാക്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ഫയലിലും വരുന്നുണ്ട്, സോറി റൈറ്റ് ബാക്ക് ടൈമിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പം രജിസ്റ്റർ ഫയൽ ഡീകോഡ് സമയത്ത് വരുന്നത് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യും ഡീകോഡിന്റെ സമയത്ത്. പക്ഷെ റൈറ്റ് ബാക്കിന്റെ സമയത്ത് വരുന്നതാണെങ്കിൽ, റൈറ്റ് ബാക്കിന്റെ സമയത്ത് ഈ രജിസ്റ്റർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആണല്ലോ. അതുവരെ ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരേ സമയം അവിടെ റീഡിങ്ങും നടക്കുന്നുണ്ട്, അതേസമയം റൈറ്റിംഗും നടക്കുന്നുണ്ട്. അപ്പൊ 2-3 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ റീഡിങ്ങും റൈറ്റിംഗും കൂടി ആവുമ്പോൾ നമുക്ക് അവിടെ ഡേറ്റ ഹസാർഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഈ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതിന്റെ രജിസ്റ്റർ ഫയൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്കിന്റെ റൈസിങ് എഡ്ജിലല്ല, പകരം ഫാളിങ് എഡ്ജിലാണ് റൈറ്റിംഗ് നടക്കുക. ഓക്കെ, സോ റൈറ്റ് ബാക്കിൽ റൈറ്റിംഗ് നടക്കുന്നത് എപ്പോഴും ക്ലോക്കിന്റെ ഫാളിങ് എഡ്ജിലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് ഹാഫ് എന്താ പറയുക, റീഡ് ചെയ്യാനും സെക്കൻഡ് ഹാഫ് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹസാർഡ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റർ ഫയൽ എന്ന് പറയുമ്പോൾ എന്താ, ഡീകോഡ് സ്റ്റേജിൽ റീഡ് ചെയ്യുന്നു, റൈറ്റ് ബാക്ക് സ്റ്റേജിൽ റൈറ്റ് ചെയ്യുന്നു അല്ലെ. അതായത് എന്താണ് നമുക്ക് റീഡിങ് ഡീകോഡ് സ്റ്റേജിൽ റീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ റീഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ട് സോഴ്സ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ RS1 RS2 എന്ന് പറഞ്ഞ് രണ്ട് സോഴ്സ് രജിസ്റ്റർ റീഡ് ചെയ്തിട്ട് അതിന്റെ എക്സിക്യൂഷനും ഓപ്പറേഷനും എല്ലാം ALU ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആ റിസൾട്ടിനെ നിങ്ങൾ RD എന്ന് പറയുന്ന നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് എന്താ പറയുക റൈറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം RS1 RS2 ഡീകോഡിന്റെ സമയത്ത് റീഡ് ചെയ്യുന്നു, ഈ RD എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് റൈറ്റ് ബാക്കിന്റെ സമയത്ത് റൈറ്റ് ബാക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത് മൂന്നും രജിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ആണ് നമുക്ക് അവിടെ രജിസ്റ്റർ ഫയൽ ആവശ്യം വരുന്നത്. ഓക്കെ, സോ രണ്ട് രജിസ്റ്റർ ഫയലാണുള്ളത്, ഒന്ന് ഡീകോഡിന്റെ സമയത്തും ഒന്ന് റൈറ്റ് ബാക്കിന്റെ സമയത്തും. ഡീകോഡിന്റെ സമയത്ത് രണ്ട് ഇപ്പൊ സോഴ്സ് രജിസ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യുന്നു, അവിടെ റീഡിങ് നടക്കുന്നു, റൈറ്റ് ബാക്ക് സ്റ്റേജിൽ RDയിലേക്ക് തിരിച്ച് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്റ്റർ ഫയൽ WD എന്ന് പറയുന്ന ഒരു റൈറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലെ. അപ്പം അതില് ഡീകോഡ് സ്റ്റേജിനകത്തേക്ക് വരുന്ന ഇൻപുട്ട് എവിടെ നിന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഈ ഒരു റൈറ്റ് ബാക്ക് സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരു ഫീഡ്ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് സ്റ്റേജിലത്തെ ഈ ഒരു റൈറ്റ് ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട്, റൈറ്റ് ബാക്ക് സ്റ്റേജിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾ ഡീകോഡ് സ്റ്റേജിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക റൈറ്റ് ഡേറ്റയിൽ. ഓക്കെ, WD3യില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ ഹസാർഡ്സ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ പൈപ്പ് ലൈൻ ഹസാർഡ്സ് കൂടുതലായിട്ടുണ്ടാവും. അപ്പം ഇവിടെ ലാസ്റ്റിലത്തെ നമ്മുടെ റൈറ്റ് ബാക്ക് സ്റ്റേജിൽ നിന്നുള്ള ആ ഒരു ഡേറ്റ, ഓക്കെ, ആ റിസൾട്ട് ഇവിടെ നമ്മുടെ രജിസ്റ്റർ ഫയലിലുള്ള WD എന്ന് പറയുന്ന അവിടേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ആണ് ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ നമുക്ക് ഡേറ്റ ഹസാർഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഹസാർഡ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ക്ലോക്ക് കണ്ടിട്ടുണ്ടാവും. ക്ലോക്ക് കാണുന്നതിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫോളിംഗ് എഡ്ജ് ഓഫ് ദ ക്ലോക്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റിംഗ് നടത്തേണ്ടത്. ഓക്കെ, റൈറ്റ് നടക്കുന്നത് എപ്പോഴും ഫോളിംഗ് എഡ്ജ് ഓഫ് ദ ക്ലോക്കിലാണ്, അതുപോലെ റൈസിംഗ് എഡ്ജിലല്ല. അപ്പം എന്താ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് റൈറ്റ് ചെയ്യാനും മറ്റേ ഹാഫ് റീഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പൈപ്പ് ലൈൻ പ്രോസസ്സറിൽ ഇങ്ങനെ ഒരു ഫോളിംഗ് എഡ്ജിൽ റൈറ്റിങ്ങും റൈസിംഗ് എഡ്ജിൽ നമുക്ക് റീഡിങ്ങും ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഡേറ്റ ഹസാർഡ് എന്നുള്ളൊരു ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മള് ഈ വരച്ചിട്ടുള്ള ഈ ഒരു പൈപ്പ് ലൈനിന്റെ ആർക്കിടെക്ചറിനകത്ത് വലിയൊരു എറർ നമുക്ക് കാണാൻ പറ്റും. അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിവിടെ രജിസ്റ്റർ ഫയൽ, ഇപ്പം നമ്മൾ പറഞ്ഞതാണ് രണ്ട് രജിസ്റ്റർ ഫയൽ, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെയുള്ള രജിസ്റ്റർ ഫയൽ ഇവിടെ നിന്ന് റൈറ്റ് ബാക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് റൈറ്റ് ഡാറ്റയിലേക്ക് അല്ലെ. ഇപ്പൊ ഫീഡ്ബാക്ക് കൊടുത്തു, ഇപ്പൊ ഈ റൈറ്റ് ബാക്ക് ആണ് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നതിന്. അപ്പൊ ഞാനൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ലോഡ് S2 40 S0. അപ്പം ഇതില് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ S2 ആണ്. ഓക്കെ അല്ലേ, ആണ് S2 ആണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ അഞ്ചാമത്തെ ഈ ഒരു സൈക്കിൾ കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്ന് പോകുന്ന ഈ ഫീഡ്ബാക്ക് തിരിച്ചിവിടെ S2ലേക്ക് തന്നെയാണോ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കാരണം പൈപ്പ് ലൈനിന്റെ സിംഗിൾ സൈക്കിൾ ആണെങ്കിൽ ഓക്കെ, അത് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നേരെ അത് S2ലേക്ക് തന്നെ പോകുന്നു. പക്ഷെ പൈപ്പ് ലൈനിന്റെ ആവുമ്പോൾ പല ഇൻസ്ട്രക്ഷൻസും ഓരോ സ്റ്റേജിലും വരുന്നത് കൊണ്ട്, ഓരോ ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഓരോ സ്റ്റേജിൽ വരുന്നത് കൊണ്ട് തിരിച്ച് ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ RD റിസൾട്ട് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് റൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് S2ൽ തന്നെയാണോ പോയി റൈറ്റ് ബാക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഓക്കെ, പക്ഷെ പൈപ്പ് ലൈനിന്റെ പൈപ്പ് ലൈനിന്റെ ആർക്കിടെക്ചറിനകത്ത് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ ഒരു എററാണ്. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ S2 ലെവലിൽ പോയി സ്റ്റോർ ആവുന്നുണ്ടാവുക. അതേ സൈക്കിൾ നോക്കി അഞ്ചാമത്തെ സൈക്കിളിൽ എവിടെയാണ് നിങ്ങൾ ഏതിലാണ് അടുത്ത രജിസ്റ്റർ ഫയൽ ഓപ്പൺ കിടക്കുന്നത്? ഈ ഒരു
ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ് S5. ആ S5-നകത്തായിരിക്കും പോയി സ്റ്റോർ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു ലോഡ് വേർഡിൽ നിങ്ങൾ S2-ൽ സ്റ്റോർ ആവുന്നതിന് പകരം അതേ സൈക്കിളിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണോ അവിടെ വന്ന് എക്സിക്യൂട്ട് ആ ഒരു സ്റ്റേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷന്റെ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലായിരിക്കും ഇത് പോയി സ്റ്റോർ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് വലിയൊരു തെറ്റാണ്. നമ്മുടെ ഇപ്പൊ ഡേറ്റ ഹസാർഡ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഇതും നമുക്ക് റിമൂവ് ചെയ്യണം. ഇത് നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മള് 2 സ്റ്റേജിലായിട്ടാണ് ഇത് വരുന്നത് അല്ലെ. അതായത് ഒന്ന് S2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കാണ് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യേണ്ടത്, റിസൾട്ട് റൈറ്റ് ചെയ്യേണ്ടത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആയിട്ട്. പക്ഷെ അത് പോയി റൈറ്റ് ആവുന്നത് S5-ലായിരിക്കും അല്ലെ. അതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ഈ ഒരു റൈറ്റ് ബാക്ക് സ്റ്റേജിൽ ഈ ഒരു റിസൾട്ട്, ഇതാണ് റിസൾട്ട് അറ്റ് റൈറ്റ് ബാക്ക് സ്റ്റേജ് ആണ് റിസൾട്ട് W എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിസൾട്ട് W-ന് നമ്മൾ ഫൈനൽ ഫീഡ്ബാക്ക് ആയിട്ട് ഈ ഒരു രജിസ്റ്റർ ഫയലിലേക്ക് പാസ് ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതാത് സ്റ്റേജിലുള്ള ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനെയും കൂടിയിട്ട് എന്താ അപ്പൊ ആ RD എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഇൻസ്ട്രക്ഷന്റെ ആ ഒരു ഡെസ്റ്റിനേഷൻ ഡീകോഡ് സ്റ്റേജിലുള്ള RD ആണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ട് സ്റ്റേജിലുള്ള RD, ദെൻ മെമ്മറി സ്റ്റേജിലുള്ള RD, അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് സ്റ്റേജിലുള്ള RD. ഈ ഒരു സാധനത്തിനെയും കൂടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വിടണം, ഈ ഒരു രജിസ്റ്റർ ഫയലിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോ റിസൾട്ട് W ആൻഡ് RDW ഇത് രണ്ടും ഫീഡ്ബാക്ക് ആയിട്ട് റൈറ്റ് ബാക്ക് സ്റ്റേജിൽ നിന്ന് രജിസ്റ്റർ ഫയലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹസാർഡ് ഒരുവിധം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു എറർ നമുക്ക് മാറ്റാം. പിന്നെ വരുന്ന ഒരു എറർ അല്ലെങ്കിൽ ഒരു ഹസാർഡ് എന്ന് പറയുന്നത്, ഡേറ്റ ഹസാർഡ് പറഞ്ഞ പോലെ വേറൊരു ഹസാർഡ് ആണ് കൺട്രോൾ ഹസാർഡ് എന്ന് പറയുന്നത്. കൺട്രോൾ ഹസാർഡ് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ PC എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ അല്ലെ. ഇപ്പൊ പ്രോഗ്രാം കൗണ്ടർ നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. ആ സമയത്ത് പ്രോഗ്രാം കൗണ്ടർ ഒരു അഡ്രസ്സ് നമുക്ക് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ അഡ്രസ്, അതാണ് നമുക്ക് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പൊ അത് ഫെച്ചിങ് സ്റ്റേജിൽ നമ്മൾ PCF എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, PCF-ഉം ഈ PCF ബാർ എന്ന് പറയുന്നത് PCF നെക്സ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഇതിന്റെ അപ്ഡേഷൻസ്, ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഫെച്ചിങ് സ്റ്റേജിൽ തന്നെ ഒന്ന് PC+4, അതായത് നമുക്കറിയാലോ 4 ബൈറ്റ് കൂടുമ്പോഴാണ് അഡ്രസ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഫെച്ചിങ് സ്റ്റേജിൽ നമുക്ക് PC+4 വെച്ചിട്ട് വേണമെങ്കിൽ അതിനെ അപ്ഡേറ്റ് ആക്കാം. അതല്ലെങ്കിൽ എക്സിക്യൂട്ട് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു PCF ഇവിടെ കണ്ടോ, ഫെച്ച് ആണ്. ഈ PCF പ്രോഗ്രാം കൗണ്ടർ ഈ ഒരു ഡീകോഡ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇവിടെ പ്രോഗ്രാം കൗണ്ടർ ഡീകോഡ് സ്റ്റേജ് ആയി, അതുപോലെ പ്രോഗ്രാം കൗണ്ടർ എക്സിക്യൂട്ട് സ്റ്റേജ് ആയി. ഓക്കെ, ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് സ്റ്റേജിൽ ഇവിടെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. ആ ഒരു അപ്ഡേഷൻ ആണ് ഇവിടെ PC ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് ബ്രാഞ്ച് ടാർഗറ്റ്. അപ്പം എക്സിക്യൂട്ട് സ്റ്റേജിൽ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ആവുന്നതിന് PC ടാർഗറ്റ് E എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫെച്ചിങ് സ്റ്റേജിൽ നമുക്ക് പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് പ്രോഗ്രാം കൗണ്ടർ +4 എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ +4 എന്നുള്ളത് നമുക്ക് ഫെച്ചിലും എക്സിക്യൂട്ടിലും വരുന്നുണ്ട്. ഡീകോഡിൽ വന്നപ്പോൾ അത് പ്രോഗ്രാം കൗണ്ടർ ടാർഗറ്റ് E ആയി. ഓക്കെ, അപ്പൊ ഇവിടെ അപ്ഡേഷൻസ്, ഈ PCയുടെ അപ്ഡേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഓരോ ഇൻസ്ട്രക്ഷനും എപ്പോഴാണ് ഫെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതിലൊക്കെ ഡിലേസും കാര്യങ്ങളും ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ബ്രാഞ്ചിങ്ങിലൊക്കെ നമ്മൾക്ക് തെറ്റുകൾ വരികയാണ്. അപ്പം അതിനെ നമ്മൾക്ക് അങ്ങനെയുള്ള എറേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ഈ ബ്രാഞ്ചിങ്ങിൽ ഉണ്ടാവുന്ന ഹസാർഡ്സ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കൗണ്ടറിന്റെ അപ്ഡേഷൻസിൽ ഉണ്ടാവുന്ന ഹസാർഡ്സിനെ നമ്മൾക്ക് കൺട്രോൾ ഹസാർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇതൊക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റിൽ പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് പൈപ്പ്ലൈൻഡ് കൺട്രോൾ. പൈപ്പ്ലൈൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സിംഗിൾ സൈക്കിൾ പ്രോസസ്സർ
പഠിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിൽ കുറച്ച് കൺട്രോൾ സിഗ്നൽസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതേ സെയിം കൺട്രോൾ സിഗ്നൽസ് തന്നെയാണ് ഈ ഒരു പൈപ്പ് ലൈൻ്റെ പ്രോസസ്സറിനകത്തും വരുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിന്റെ പോലെ തന്നെയാണ് ഈ ഒരു പൈപ്പ് ലൈൻ്റെ പ്രോസസ്സറിലും വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അതിന്റെ ഓപ്പ് കോഡും അതിന്റെ ഫംഗ്ഷൻ ട്രീയും ഫംഗ്ഷൻ 7ഉം ആയിരിക്കും അല്ലെ. ഫംഗ്ഷൻ ട്രീയും ഫംഗ്ഷൻ 7ഉം ഓപ്പ് കോഡും വെച്ചിട്ടാണ് ഏത് ഇൻസ്ട്രക്ഷൻ ആണ്, ഏത് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ കൺട്രോൾ യൂണിറ്റ്, ഇപ്പൊ ഏതൊരു പ്രോസസ്സർ ആണെങ്കിലും ആ പ്രോസസ്സർ അതിന്റെ കൺട്രോൾ യൂണിറ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ഓപ്പ് കോഡും ഫംഗ്ഷൻ 3 ആൻഡ് ഫംഗ്ഷൻ 7 ഇൻസ്ട്രക്ഷൻ, ഒരു ഇൻസ്ട്രക്ഷന്റെ ഈ 3 ഫീൽഡുകൾ. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെച്ച് സ്റ്റേജ് ആണ് അല്ലെ, ഫെച്ചിങ് ആണ്. അപ്പം ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. ഫെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡീകോഡ്. ആ ഡീകോഡ് സ്റ്റേജിൽ വെച്ചിട്ടാണ് ഏത് ഇൻസ്ട്രക്ഷൻ ആണ്, എന്തൊക്കെയാണ് അതിന്റെ സോഴ്സ് രജിസ്റ്റേഴ്സ്, ഏതാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡീകോഡ് സ്റ്റേജിലാണ് നമ്മൾക്ക് ഈ ഒരു കൺട്രോൾ സിഗ്നൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പം ഡീകോഡ് സ്റ്റേജിൽ വെച്ചിട്ടാണ് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു കൺട്രോൾ സിഗ്നൽ ഉള്ളത്, കൺട്രോൾ യൂണിറ്റ് ഉള്ളത് ഡീകോഡ് സ്റ്റേജിലാണ്. അവിടെയാണ് നിങ്ങൾ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്, ആഡ് ആണോ സബ് ആണോ, അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ത്രൂ ഫംഗ്ഷൻ 3 ആൻഡ് ഫംഗ്ഷൻ 7 ആണ് അല്ലെ. സോ ഡീകോഡ് സ്റ്റേജ് പ്രൊഡ്യൂസേഴ്സ് ദി കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, ഇനി നമ്മൾ സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. ഈ കൺട്രോൾ സിഗ്നൽസിനെ നമ്മൾ പൈപ്പ് ലൈനിങ് ചെയ്തേ പറ്റൂ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് പൈപ്പ് ലൈൻ്റെ പ്രോസസ്സറിനകത്ത് ഈ കൺട്രോൾ സിഗ്നലുകളെയും പൈപ്പ് ലൈനിങ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും അത് സിങ്ക്രണൈസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാന്നുള്ളത് നമുക്ക് ഫിഗർ വെച്ചിട്ട് പറയാം. ഓക്കെ, ഇതൊരു പൈപ്പ് ലൈനിന്റെ ഡേറ്റാ പാത്ത് ആണ്. അപ്പം പൈപ്പ് ലൈനിന്റെ പ്രോസസ്സറിന്റെ ഡേറ്റാ പാത്ത് ആണ്. ഇതിൽ കൺട്രോൾ സിഗ്നൽസും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം കൺട്രോൾ യൂണിറ്റ് ഉള്ളത്, അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡീകോഡ് സ്റ്റേജിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെ. അപ്പം ഡീകോഡ് സ്റ്റേജിൽ ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. കൺട്രോൾ യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് അറിയാം ഓപ്പ് കോഡും ഫംഗ്ഷൻ 3 ഫംഗ്ഷൻ 7ഉം ആണ് ഉള്ളത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ആർ ടൈപ്പും ഐ ടൈപ്പ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കി കറക്റ്റ് ആയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അതൊക്കെ എവിടെ നിന്ന് വന്നെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത്. ഓക്കെ, ദെൻ കൺട്രോൾ സിഗ്നൽസ്, ഇത്രയും കൺട്രോൾ സിഗ്നൽസ് ആണ് ഉള്ളത്. ഇത് നമ്മൾ സിംഗിൾ സൈക്കിളിലെ പോലെ തന്നെയാണ് ഈ ഒരു പൈപ്പ് ലൈനിനകത്തും ഉള്ളത്, സെയിം സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓരോ സ്റ്റേജിലും ഉള്ള സിഗ്നൽസിനെ എല്ലാം നമ്മൾ അതാത് സ്റ്റേജിന്റെ സഫിക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ റൈറ്റ്, റിസൾട്ട് സോഴ്സ്, മെമ്മറി റൈറ്റ്, ഇതെല്ലാം ഡീകോഡ് സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് അതിന്റെ താഴെ ഡി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജംപ് ഡി, ബ്രാഞ്ച് ഡി, അതുപോലെ ALU കൺട്രോൾ ഡി, ALU സോഴ്സ് ഡി, ഇമ്മീഡിയറ്റ് സോഴ്സ് ഡി. അപ്പം ഓരോ കൺട്രോൾ സിഗ്നലും അതാത് ഏത് സ്റ്റേജിലുള്ള കൺട്രോൾ സിഗ്നൽ ആണോ അതാത് സ്റ്റേജിൽ തന്നെയാണ് അത് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ALU സോഴ്സ് ആണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടിലാണ് വരിക. നിങ്ങൾക്ക് അറിയാം ALU ഓപ്പറേഷൻ എല്ലാം എക്സിക്യൂട്ട് സ്റ്റേജിലാണ് വരുന്നത്. സോ അതൊക്കെ ALUലാണ് കൺട്രോളും അതുപോലെ ALU സോഴ്സ് ഒക്കെ പോകുന്നത്. ദെൻ അതുപോലെ തന്നെ മെമ്മറി റൈറ്റ് വരുന്നത് മെമ്മറി സ്റ്റേജിലാണ്. റിസൾട്ട് സോഴ്സ് വരുന്നത് ഏറ്റവും ഫൈനലിൽ വരുന്ന റിസൾട്ട് റൈറ്റ് ബാക്ക് സ്റ്റേജിലാണ് അത് വരിക. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ RD, അതായത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഡീകോഡ്, ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞതുപോലെ RDW നിങ്ങളിവിടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തതുപോലെ രജിസ്റ്റർ റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നലിന്റെ ആ ഒരു രജിസ്റ്റർ റൈറ്റ് W എന്ന് പറയുന്നത് ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് ഈ രജിസ്റ്റർ ഫയലിലേക്ക് കൊടുക്കണം. ഓക്കെ, ഇനി ഈ കൺട്രോൾ സിഗ്നൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്, ഇതിന്റെ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ പൈപ്പ് ലൈൻ രജിസ്റ്ററിലാണ് കേട്ടോ. പൈപ്പ് ലൈൻ രജിസ്റ്ററിലാണ് ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നില്ലേ 4 പൈപ്പ് ലൈൻ രജിസ്റ്റേഴ്സ്. അപ്പൊ ഈ ഒരു കൺട്രോൾ സിഗ്നൽസിന്റെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് ലൈൻ രജിസ്റ്റേഴ്സ്. അപ്പൊ ഇതെല്ലാം അതിനകത്താണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ എന്താണ് ഇപ്പം ഒരു കൺട്രോൾ യൂണിറ്റിൽ സിഗ്നൽസ് എന്തൊക്കെയാണ് അതിൽ ചേഞ്ചസ് വരുന്നത് എന്നുള്ളതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.